മുരളി നെല്ലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. അകത്തെ മുറിയിൽ നിന്ന് മണിയമ്മയുടെ കരച്ചിൽ കേൾക്കാതെയായി. ചെറിയ കട്ടിലിൽ കിടന്ന മൃദുല എഴുന്നേറ്റിരുന്നു. സമയം എത്രയായെന്ന് അവൾക്കൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. മൃദുല കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്നു. ഹാളിൽ ഇരുട്ടാണ്. പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് അരണ്ട വെട്ടത്തിൽ അവൾ കണ്ടു. രാത്രിയായിട്ടും ആരും വാതിലടയ്ക്കാൻ പോലും വന്നില്ല. വരാന്തയിലും വെളിച്ചമില്ല. മൃദുല ചെന്ന് വാതിലടച്ചു. മഹേഷിന്റെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് അല്പനേരം അവൾ നിന്നു. പിന്നെ വാതിലിൽ തള്ളി. അതകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. മുറിയിൽ വെളിച്ചമുണ്ട്. അവൾ വാതിലിൽ മുട്ടി. മഹി, വാതിൽ തുറക്ക്. മൃദുല ഒച്ചയെടുത്തു. വാതിൽ തുറക്കാതിരുന്നപ്പോൾ അവൾ ഉറക്കെ തട്ടി. നീ വാതിൽ തുറക്ക്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. ഇരുട്ടിൽ മണിയമ്മ വാതിലിനടുത്ത് വന്നു നിന്നു. മൃദുല അവരെ കണ്ടില്ല. മഹേഷിന്റെ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. അവൾ അകത്ത് കയറി. അവൻ പൊട്ടിത്തെറിക്കുമെന്ന് അവൾ കരുതിയെങ്കിലും ഒന്നും ഉണ്ടായില്ല. അല്പനേരം രണ്ടുപേരും യുദ്ധത്തിൽ തോറ്റ പടയാളികളെപ്പോലെ മൗനം പാലിച്ചു. ഇവിടെ തുടരാമെന്ന് നീ കരുതേണ്ട. അവൻ കട്ടിലിൽ ചെന്നിരുന്നു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വെളുപ്പിന് നമുക്കിവിടം വിട്ടു പോയേ പറ്റൂ. നിനക്കൊരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ. ആരോടെങ്കിലും സഹായിക്കാൻ പറ. എന്തിന്? നിന്നെ ചുമക്കാൻ എനിക്ക് പറ്റില്ല. നീ അത് മനസ്സിൽ കാണുകയും വേണ്ട. പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? നീ പറഞ്ഞതാ. പക്ഷേ ഞാൻ ഒന്ന് പറയാം. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എന്നെ അതിന് പ്രതീക്ഷിക്കേണ്ട. എന്താപത്ത് വന്നാലും എന്നെ രക്ഷിച്ചോളാമെന്ന് എനിക്ക് വാക്ക് തന്നവനാ നീ. മഹേഷിന്റെ മട്ടും ഭാവവും മാറി വന്നു. ഞാൻ പറഞ്ഞിരുന്നു, അന്ന് നിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നു. പണത്തിനു വേണ്ടിയാ ഞാൻ നിന്നെ ട്രാപ്പിൽപ്പെടുത്തിയതെന്ന് നീ തന്നെയല്ലേടി പറഞ്ഞത്. ഒന്നുമില്ലാത്ത നിന്നെ ഞാനെന്തിനു ചുമക്കണം? നീ ഒരുത്തിയാ എന്റെ ജീവിതം കൂടി നശിപ്പിച്ചു കളഞ്ഞത്. മൃദുലയ്ക്ക് സഹിക്കാനായില്ല. ഞാനോ? എന്ത് ജീവിതമായിരുന്നടാ നിനക്കുണ്ടായിരുന്നത്? 6000 രൂപ മാസ ശമ്പളത്തിൽ ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തത് നീ മറന്നോ? അതേടി, അവിടെ നിന്ന് തന്നെയാ ഞാൻ വളർന്നത്. അത് നിന്റെ പണം വെച്ച് തന്നെ. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. നീ അല്പം ബുദ്ധി കാണിച്ചെങ്കിൽ എനിക്കും നിനക്കും ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു. നിന്റെ പിടിപ്പുകേട് കൊണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. മഹേഷ് ശക്തമായ വിറയലിന് അടിമപ്പെട്ടു. പലവട്ടം നിന്നോട് ഞാൻ ചോദിച്ചതല്ലേടി അയാൾക്ക് ലോട്ടറി അടിച്ചെന്ന് കേട്ടത് സത്യമാണോ എന്ന്. ആ വീട്ടിൽ ജീവിച്ചിട്ടും അച്ഛന്റെയും മകളുടെയും ഒത്തുകളി മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ നിനക്ക് അർഹതയില്ല. എന്നെ കൂടി നീ ബലിയാടാക്കി. മൃദുലയുടെ നാവടഞ്ഞു. അയാൾ ഗൾഫിൽ നിന്ന് വന്നിറങ്ങിയ ദിവസം തന്നെ നമ്മുടെ ബന്ധം മനസ്സിലാക്കിയിരുന്നു. അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയില്ലെന്ന് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയില്ലായിരുന്നു മഹി. മോളുടെ കാമുകൻ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നതും നീ അറിയാതെ പോയോ? അവനെപ്പറ്റി ഒരു പരാമർശവും അവളിൽ നിന്നുണ്ടായിട്ടില്ല. നിന്നെ മതിയെന്ന വാശി മാത്രമായിരുന്നു അവൾക്ക്. ഞാൻ അറിഞ്ഞോ ഇങ്ങനെയൊരു ചതി? മഹേഷ് മുഖം തിരിച്ചു കളഞ്ഞു. ആദ്യം 60 ലക്ഷം രൂപയ്ക്ക് 65 ലക്ഷം നീ തിരിച്ചു വാങ്ങി. വീടിന്റെ ആധാരം വീണ്ടെടുത്ത് തരാൻ നീ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ്. 65 ലക്ഷം പോട്ടെന്ന് വെക്കാം. നീ എന്നെ ശരിക്കും കുടുക്കിയത് വീടും പറമ്പും വീണ്ടെടുത്ത് അയാൾക്ക് അടിയറവ് വെച്ചപ്പോഴാ. എന്തൊക്കെ ഭീഷണിയായിരുന്നു നീ മുഴക്കിയത്? പോലീസിൽ കേസ് കൊടുത്ത് എന്നെ നാറ്റിക്കുമെന്ന് പറഞ്ഞില്ലേടി? നിന്റെ ആ ഭീഷണിയിലാണ് ഞാൻ പെട്ടുപോയത്. ഞാനല്ല നിനക്ക് വലുത്. അയാൾക്ക് കിട്ടാൻ പോകുന്ന 30 കോടിയായിരുന്നു. ആ പണം മുഴുവൻ നിന്റെ അക്കൗണ്ടിൽ വരുമെന്ന് നീ വ്യാമോഹിച്ചു. ജയരാമനും മോളും നിന്റെ കാൽ ചുവട്ടിലെ മണ്ണ് മാന്തുന്നത് നീ അറിഞ്ഞില്ല. മൃദുല തല കുമ്പിട്ട് നിന്നു. പിടിക്കപ്പെടുമെന്നായപ്പോ നിനക്ക് എന്റെ കൂടെ ഇറങ്ങി വരാമായിരുന്നില്ലേ? ജയരാമനെ നിന്നെ തൊടാൻ പറ്റുമായിരുന്നോ? ഇപ്പോ എല്ലാം നഷ്ടപ്പെട്ട് നാട്ടുകാർക്ക് മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ട ഗതികേട് നിനക്കുണ്ടാവുമായിരുന്നോ? ഇനി പറയടി, ആരാടി നിനക്ക് ഈ വിധി തന്നത്? ഞാനാണോ? മഹേഷിന്റെ ശബ്ദം ഉയർന്നു. മൃദുല ദുർബലയായി കരയാൻ തുടങ്ങി. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാ നമ്മൾ തീരുമാനിച്ചത്. ആ കരാർ ലംഘിച്ചത് നീയാ. എനിക്കിപ്പോ എന്നെ തന്നെ സംരക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാ. പിന്നെയാ നിന്നെ ഞാൻ സംരക്ഷിക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം മഹി. മൃദുല യാചിച്ചു. 1.5 കോടിയാ ഭാമിനിക്ക് കൊടുക്കാനുള്ളത്. പിന്നെ പലരിൽ നിന്നായി കടം. 50 ലക്ഷത്തിന് പുറത്തു വരും. എവിടെ പോയി ജീവിക്കുമെന്നാ നീ പുലമ്പുന്നത്?
ഭാമിനിയുടെ സഹോദരൻ ജയന്തൻ എന്നെ കാണാൻ വന്നു. നിന്റെ മോളുടെ കാമുകൻ എല്ലാ വിവരങ്ങളും ഭാമിനിയെ അറിയിക്കുന്നുണ്ടായിരുന്നു. ജയന്തൻ എന്നെ തേടി ഏത് നിമിഷവും വരും. അയാൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന സമയപരിധി ബുധനാഴ്ചയാ. അതിനു മുമ്പ് എനിക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടേ തീരൂ. മഹി, മൃദുല കരഞ്ഞു. ഭദ്രൻ പിടിച്ചു കയറ്റിയപ്പോൾ നീ എന്തിന് എന്റെ കൂടെ വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവൾ എന്തൊക്കെ തെളിവ് കാണിച്ചെങ്കിലും നീ അത് നിഷേധിക്കണമായിരുന്നു. മൃദുല കരഞ്ഞതേയുള്ളൂ. തോറ്റു കൊടുക്കരുത്. നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം. നീ വെളുപ്പിന് ജയരാമന്റെ വീട്ടിലേക്ക് ചെല്ല്. പിന്നെ അയാൾ എങ്ങനെ ഇറക്കി വിടും? നിയമപരമായി നീ അയാളുടെ ഭാര്യയാണ്. നിന്റെ നേരെ മക്കൾ വിരൽ ചൂണ്ടിയാൽ ഭയന്നു പോകരുത്. മുഖത്തടിച്ച് ഒതുക്കണം. സന്ധി സംഭാഷണത്തിന് വരുന്നവരോട് ജയരാമൻ ആണും പെണ്ണും കെട്ടവനാണെന്ന് പറഞ്ഞ് അയാളെ താറടിക്കണം. ഒരു പെണ്ണിന് വേണ്ടത് കൊടുക്കാൻ കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് നാണം കെടുത്തണം. പല അവളുമാരും പിടിക്കപ്പെടുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ പയറ്റുന്നത് അതാണ്. മൃദുല സ്തംഭിച്ചു നിന്നു. നീ അത് ചെയ്തില്ലെങ്കിൽ അയാൾ ദേവി പാർവതിയെ വിളിച്ചുകൊണ്ടുവരും. അവൾക്കൊപ്പം സുഖിച്ച് ജീവിക്കാൻ അയാളെ അനുവദിക്കരുത്. ഇനി അങ്ങോട്ട് പകയായിരിക്കണം നിന്റെ മനസ്സിൽ. നിന്റെ മോളെയും വെറുതെ വിടരുത്. നിനക്കില്ലാത്ത ജീവിതം ആർക്കും വേണ്ട. നിന്റെ പകയിൽ എരിഞ്ഞടങ്ങണം അയാളും മോളും. അവന്റെ കൂടെ ജീവിക്കാൻ അവളെ അനുവദിക്കരുത്. ഞാനിനി തിരിച്ചു പോവില്ല. നമുക്കൊന്നിച്ചു പോകാം. കൊല്ലുന്നെങ്കിൽ നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ചു കൊല്ലട്ടെ. മൃദുല കണ്ണൊപ്പി. മഹേഷ് പരിഹാസത്തോടെ ചിരിച്ചു. നിന്നെയും കൂട്ടി ഒളിച്ചോടാൻ നീ എന്റെ ആരാടി? കാമുകിയോ? ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. നിനക്ക് നിന്റെ വഴി. ആ വഴിയിലൂടെ ജയരാമന്റെ വീട്ടിലെത്തിയാൽ നിനക്ക് കൊള്ളാം. അവൻ എഴുന്നേറ്റ് ജനലിനടുത്ത് ചെന്ന് നിന്നു. നിന്റെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന ആഭരണങ്ങൾ അഴിച്ചതാ. ഏതെങ്കിലും നാട്ടിൽ ചെന്നാൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കണം. അതിന് കയ്യിൽ കുറച്ച് പണം വേണം. അവൻ തിരിഞ്ഞ് അവളെ നോക്കി. അവന്റെ നോട്ടം അവളുടെ ആഭരണങ്ങളിൽ പതിഞ്ഞു. നീ രാശിയുള്ളവളാ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം കൊണ്ടാ ഞാൻ പലതും നേടിയത്. ഒരു പെണ്ണിന്റെയും വാക്ക് കേൾക്കരുതെന്ന പാഠം ഞാൻ ഇനി ഓർത്തു വെച്ചാൽ മതി. മഹി തോറ്റുപോവില്ല. പകയോടെ അവൻ ചിരിച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അവൾ നിന്നു. ഒന്നോർത്താൽ എനിക്കെന്താ നഷ്ടപ്പെട്ടത്? ഒന്നുമില്ല. കയ്യിൽ വല്ലതുമുണ്ടായിരുന്നവനെ നഷ്ടപ്പെടലിന്റെ വേദന അറിയൂ. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോവില്ല. തോറ്റുപോയാൽ കണക്കുകൾ എങ്ങനെ തീർക്കാനാ? ഞാൻ തിരിച്ചു വരും. ചിലപ്പോൾ അത് ഇരുട്ടിന്റെ മറപറ്റിയാവും. എനിക്ക് ആദ്യം തീർക്കേണ്ടത് അവനെയാ, നിന്റെ മോളുടെ കാമുകൻ. മഹേഷിന്റെ പല്ലുകൾ ഞെരിയുന്ന ഒച്ച മൃദുല കേട്ടു. പിന്നെ നിന്റെ മോള്. അത് കഴിഞ്ഞ് ജയരാമനെ. മൂന്നിനെയും ഞാൻ കൊല്ലും. മനസ്സിൽ കുറിച്ചു കഴിഞ്ഞു ഞാൻ. അതിനു വേണ്ടിയാണെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ. ഇതൊരു ചെറിയ ജീവിത പരീക്ഷണം മാത്രമായി എനിക്ക്. അവൻ മുന്നോട്ട് വന്നു. പൂച്ചയുടെ ജന്മമായി എന്റേത്. എങ്ങനെ വീണാലും 4 കാലിലെ മഹി വീഴൂ. അവൻ അവളുടെ കഴുത്തിലെ സ്വർണമാലയിലേക്ക് നോക്കി. നീ അത് അഴിച്ചതാ? ഞാനിത് നിനക്ക് തരാം. പക്ഷെ എന്നെയും നീ ഒപ്പം കൊണ്ടുപോകണം. എടുക്കടി. ഒറ്റപ്പിടിക്ക് അവളുടെ കഴുത്തിൽ കിടന്ന 3 മാലകളും അവന്റെ കയ്യിലായി. അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. വിടടാ. പെട്ടെന്ന് വലിച്ചു പൊട്ടിക്കാൻ അവന് സാധിച്ചില്ല. അവളുടെ നെഞ്ചിൽ തള്ളി അവൻ പിന്നോട്ട് വീഴ്ത്തി. 3 മാലകളും വലിഞ്ഞു പൊട്ടി അവന്റെ കയ്യിലായി. മാലകൾ ടേബിളിലിട്ട ശേഷം എഴുന്നേൽക്കാൻ തുടങ്ങിയ മൃദുലയുടെ നേരെ മഹേഷ് കുതിച്ചു. അവളുടെ മുഖത്തടിച്ച് നിലത്തേക്ക് മലർത്തിയിട്ടു. നെഞ്ചിൽ കാൽമുട്ടമർത്തി കൈകളിൽ കിടന്ന സ്വർണവളകൾ വലിച്ചൂരിയെടുത്തു. ചിരിയോടെ മഹേഷ് എഴുന്നേറ്റു. ദ്രോഹി, നീ മുടിഞ്ഞു പോവുമെടാ. മൃദുല നിലത്ത് നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. അവൾ അലറിക്കൊണ്ട് മുന്നോട്ട് ചെന്നതും മഹേഷ് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. വാതിലിന് നേരെ അവളെ കൊണ്ടുപോയി പുറത്തേക്ക് തള്ളി. മൃദുല മലർന്നടിച്ചു വീണു. അവൾക്ക് മുന്നിൽ വാതിലടഞ്ഞു. ഹാളിൽ വെളിച്ചം വീണു. അവിടെ മണിയമ്മ നിൽക്കുന്നത് മൃദുല കണ്ടു. എഴുന്നേൽക്കാൻ തുടങ്ങിയ മൃദുല അവിടെ ഇരുന്നു. അവൻ പറഞ്ഞത് കേട്ടില്ലേ? നീ ജയരാമന്റെ അടുത്തേക്ക് തന്നെ പോയിക്കോ. അവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ജീവിച്ചിരിപ്പുണ്ടെന്നും കേട്ടാ മാത്രം മതി എനിക്ക്. എന്റെ കയ്യിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ വരെ നിങ്ങളുടെ മോൻ പിടിച്ചു വാങ്ങി. ഞാൻ ഒരിടത്തും പോവില്ല. നിലത്തിരുന്ന മൃദുല ശബദം പോലെ പറഞ്ഞു. നീ പോണ്ട. ഇവിടെ തന്നെ പുറത്തോ. ഞാൻ പോകും. നിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് മഞ്ജുവും രമേശനും തീരുമാനിച്ചോളും. ഈ വീടും പറമ്പും അവൾക്ക് വിട്ടെഴുതി കൊടുത്തതാ. മണിയമ്മ തിരിഞ്ഞു നടന്നു. കുറച്ചുനേരം അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് പോയി. കനത്ത ഇരുട്ടായിരുന്നു അവിടെ. തപ്പിത്തടഞ്ഞ് മൃദുല കട്ടിലിൽ ചെന്ന് വീണു. ജയരാമന്റെയും മക്കളുടെയും മുഖങ്ങൾ ഓർത്തതും
അവൾ വിതുമ്പിക്കരഞ്ഞു. ആ നല്ല നാളുകൾ അവളുടെ മനസ്സിലേക്ക് വന്നു. താനും ജയേട്ടനും തങ്കക്കുടങ്ങൾ പോലെ 2 പെൺമക്കളും. ജയേട്ടന് തന്റെ നാട്ടിൽ ആകെയുണ്ടായിരുന്ന സൗഹൃദം വിനയൻ മാഷുമായിട്ടായിരുന്നു. ജയേട്ടന്റെ നാടായ തേങ്കുറിശ്ശിയിൽ വിനയൻ മാഷിന്റെ അച്ഛൻ സ്കൂൾ മാഷായി വന്ന കാലത്ത് തുടങ്ങിയ സൗഹൃദമാണ്. അന്ന് ജയേട്ടന് 8 or 9 വയസ്സേ പ്രായമുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. തൊട്ടടുത്ത് വാടക വീട്ടിലായിരുന്നു വിനയൻ മാഷിന്റെ കുടുംബം താമസിച്ചിരുന്നത്. വിനയൻ മാഷിന്റെ തറവാട് അന്ന് ഋഷിനാരദമംഗലത്തായിരുന്നു. തന്റെ വീട്ടിൽ നിന്നാൽ വയലിനപ്പുറത്തുള്ള പട്ടത്താനം വീട് കാണാം. ആ നാട്ടിൽ പ്ലംബിംഗ് പണിക്ക് വന്ന ജയേട്ടൻ തന്നോടുള്ള ഇഷ്ടം ആദ്യം പറഞ്ഞത് വിനയൻ മാഷിനോടായിരുന്നു. താൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിനയൻ മാഷിന് ജോലി കിട്ടിയിരുന്നു. ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും തന്നെ കാണാൻ വിനയൻ മാഷ് കാത്തു നിന്നിട്ടുള്ളതായി തോന്നിയിട്ടുണ്ട്. കിട്ടുന്ന അവസരങ്ങളിൽ സംസാരിക്കാനും മടിച്ചിട്ടില്ല. പുസ്തകങ്ങൾ വേണമെങ്കിൽ നീ വീട്ടിലേക്ക് വരാൻ പറയുമായിരുന്നു. ആ സമയത്താണ് ജയേട്ടൻ നാട്ടിലെത്തുന്നതും വിവാഹം നടക്കുന്നതും. വിനയൻ മാഷിന് അന്ന് ദൂരെ എവിടെയോ ആയിരുന്നു ജോലി. എങ്കിലും വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നു. വിനയൻ മാഷിന്റെ പട്ടത്താനം വീടിനടുത്ത് ഒരു വാടക വീട്ടിലായിരുന്നു അന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. വിനയൻ മാഷ് ലീവിന് വരുമ്പോഴൊക്കെ വീട്ടിൽ വരും. ഓടിട്ട ചെറിയ വീടായിരുന്നു അത്. അമൃതയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ജയേട്ടന് ഗൾഫിൽ പോകാൻ അവസരം കിട്ടിയത്. 5 വർഷം കഴിഞ്ഞാണ് ജയേട്ടൻ ആദ്യമായി ലീവിന് വരുന്നത്. ആ വരവിലാണ് ചാരുത ജന്മം കൊണ്ടത്. അന്ന് എല്ലാ സഹായത്തിനും മണിയമ്മ കൂടെയുണ്ടായിരുന്നു. 2ാമത്തെ ലീവിന് ജയേട്ടൻ വരുമ്പോൾ മാറ്റം കിട്ടി വിനയൻ മാഷ് നാട്ടിലുണ്ടായിരുന്നു. ഇനി എനിക്ക് സമാധാനത്തോടെ പോകാം. വിനയൻ നാട്ടിലുള്ളത് വലിയ ബലമാ. മടങ്ങിപ്പോകുന്ന രാത്രി ജയേട്ടൻ പറഞ്ഞു, ഇവിടെ ആരുമില്ലെങ്കിലും ഞാനും എൻ്റെ മക്കളും ജീവിക്കും. ഞങ്ങളെ ഓർത്ത് ജയേട്ടൻ ഉത്കണ്ഠപ്പെടാതിരുന്നാ മതി. പകൽ പോലെയല്ല രാത്രി. നീയും 2 മക്കളും മാത്രമല്ലേ ഉള്ളൂ. ചേർത്ത് പിടിച്ച് ജയേട്ടൻ ഉത്കണ്ഠപ്പെട്ടു. രാവിലെ എയർപോർട്ടിലേക്ക് പോകാൻ ജയേട്ടൻ ഇറങ്ങിയപ്പോൾ വിനയൻ മാഷി വന്നു. അയാളുടെ കൈ പിടിച്ച് ജയേട്ടൻ പറഞ്ഞു, വിനയ, എൻ്റെ കുടുംബത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ പോകുക. നീ ധൈര്യമായി ചെല്ല്. ഇവൾക്കിവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സ്വന്തമായി കുറച്ച് മണ്ണ് വാങ്ങാനും അതിലൊരു വീട് വെക്കാനുമാണ് നീ ശ്രമിക്കേണ്ടത്. ഒരേട്ടന്റെ കരുതലായിരുന്നു വിനയൻ മാഷിന്റെ വാക്കുകളിൽ അനുഭവിച്ചത്. നിന്റെ കല്യാണത്തിന് കൂടാൻ കഴിയില്ലെന്ന് സങ്കടമുണ്ടടാ. പുതിയ ജോലിക്ക് കയറിയതേയുള്ളൂ. ആലോചന നടക്കുന്നതേയുള്ളൂ. പിന്നല്ലേ കല്യാണം. ഞാൻ നേരത്തെ കെട്ടിയതുകൊണ്ട് 2 മക്കളായി. ഇനിയും നീ വെച്ച് താമസിപ്പിക്കരുത്. വിനയൻ മാഷ് ചിരിച്ചു. ജയേട്ടൻ പോയി 2 വർഷം കൂടി കഴിഞ്ഞാണ് വിനയൻ മാഷ് ജലജ ടീച്ചറെ വിവാഹം ചെയ്യുന്നത്. തന്നോടും കുട്ടികളോടും വലിയ സ്നേഹമായിരുന്നു ജലജ ടീച്ചർക്ക്. ജയേട്ടൻ പിന്നെയും ലീവിന് വന്നു. ആ സമയത്താണ് വിനയൻ മാഷിന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന അമ്പലത്തറക്കാരുടെ പറമ്പ് വിൽക്കാൻ പോകുന്നതിന്റെ സൂചന വിനയൻ മാഷ് നൽകിയത്. എന്തുകൊണ്ടും നല്ല സ്ഥലമാ അത്. എന്നോട് വാങ്ങാനാ അച്ഛൻ പറയുന്നത്. നിനക്ക് നോട്ടമുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം. ജയേട്ടന് ഉത്സാഹമായി. നീ വില ചോദിച്ചു വെക്ക്. ഒതുങ്ങുമെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാനൊരു കൈ നോക്കാം. നിനക്ക് വേണ്ടെങ്കിൽ മാത്രമേ ഞാനെടുക്കൂ. ഭൂമി എന്ന പ്രതീക്ഷയിൽ ജയേട്ടൻ തിരിച്ചുപോയി. കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും കടവും വാങ്ങി ജയേട്ടൻ പണം അയച്ചു തന്നു. കുടുംബ വീടിനടുത്തുള്ള സ്കൂളിലായിരുന്നു അന്ന് ജലജ ടീച്ചർക്ക് ജോലി. വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ടീച്ചർ വരുന്നത്. ഭൂമി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ പിറ്റേന്ന് രാത്രി അമൃതയും ചാരുതയും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ആഴ്ചപ്പതിപ്പ് മറിച്ചു നോക്കി മൃദുല കട്ടിലിൽ കിടന്നപ്പോഴാണ് വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടത്. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 9:30 കഴിഞ്ഞു. മഹിയാണോ എന്നൊരു സംശയമുണ്ടായി. മൃദുല എഴുന്നേറ്റ് ഹാളിൽ ചെന്നു. ജനലിനടുത്ത് ചേർന്ന് നിന്ന് അവൾ ചോദിച്ചു, ആരാ? ഞാനാ മൃദുല, വിനയൻ. എന്താ മാഷെ ഈ സമയത്ത്? ഒരത്യാവശ്യം വന്നാൽ വരണ്ടേ? മൃദുല വാതിൽ തുറക്ക്. അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ജയേട്ടൻ എന്തെങ്കിലും? അവൾ വാതിൽ തുറന്നു. വിനയൻ മാഷ് പുറത്തു നിന്ന് അകത്ത് കടന്നു. അസമയമല്ലേ? പുറത്തിരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അത് മതി. ചിരിയോടെ അയാൾ ചെന്ന് കസേരയിലിരുന്നു. അവൾ വാതിലടച്ചില്ല. എന്താ മാഷേ? ഏയ്, പേടിക്കാനൊന്നുമില്ല. കുട്ടികളെവിടെ? അവർ ഉറങ്ങി. നാളത്തെ രജിസ്ട്രേഷൻ നടക്കുമോ എന്ന് നിശ്ചയമില്ല. അയ്യോ, എന്താ മാഷേ? ആ പറമ്പ് അച്ഛനോട് എടുത്തിട്ട് രൂപ കൊടുക്കാനാ അമ്പലത്തറയിലെ അമ്മ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടിയാന്ന് ഇന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അവർക്ക് വിരോധമൊന്നുമില്ല.
പക്ഷേ അമ്പലത്തറയിലെ അമ്മ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞു. കച്ചവടം നടത്തണ്ടെന്ന അച്ഛൻ്റെ പിടിവാശി. പണ്ട് അച്ഛൻ അമ്പലത്തറക്കാർക്ക് കൈമാറിയ മണ്ണ അത് തിരിച്ചു വാങ്ങണമെന്ന വാശിയില അച്ഛൻ. ഇനി എന്തു ചെയ്യും മാഷേ? കയ്യിലുള്ളതും കടം വാങ്ങിയും ജേട്ടൻ രൂപ മുഴുവനും അയച്ചു തന്നു. അവിടെ ഒരു വീട് വെക്കുന്നത് സ്വപ്നം കാണുമോ ജേട്ടൻ? മൃദുലയ്ക്ക് സങ്കടമായി. ഞാൻ എന്തു ചെയ്യും മൃദുലേ? അച്ഛൻ്റെ പിടിവാശി മൃദുലയ്ക്കും അറിയില്ലേ? ഞാൻ വാങ്ങിയില്ലെങ്കിൽ ഏട്ടനെ കൊണ്ട് ആ ഭൂമി വാങ്ങിപ്പിക്കുമെന്ന അച്ഛൻ പറയുന്നത്. ഏട്ടൻ അതിൽ ചാടി പിടിക്കും. അച്ഛൻ്റെ അക്കൗണ്ടിൽ പണമുണ്ട്. ബാക്കി കാശ് ഏട്ടൻ ഇറക്കിയാൽ മതി. അച്ഛൻ്റെ കാലശേഷം അത് ഏട്ടനാവും. ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ല. മൃദുല കുനിഞ്ഞ് കണ്ണീര് തുടച്ചു. വിനയൻ മാഷ് എഴുന്നേറ്റ് അടുത്തേക്ക് വരുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. നോക്ക്, വിഷമിക്കുകയൊന്നും വേണ്ട. മാഷ് പോയിക്കോ, ഞാൻ ജേട്ടനെ വിളിച്ച് പറയാം. അയാൾ അവളുടെ മുന്നിൽ തന്നെ നിന്നു. കിടപ്പിലായ അച്ഛന് ഏട്ടന് വിവരമറിയിക്കാൻ ഫോൺ മാത്രമേ ആശ്രയമുള്ളൂ. ഞാൻ ഫോണിൻ്റെ കേബിൾ ഊരിയിട്ടിട്ടാ വന്നത്. ആ മണ്ണ് മൃദുലയ്ക്ക് ഞാൻ വാങ്ങിത്തരും. അയാൾ അവളെ നോക്കി ചിരിച്ചു. ഇത് ജയരാമന് വേണ്ടിയല്ല, മൃദുലയ്ക്ക് വേണ്ടിയാ. ചെറുപ്പത്തിലെ നിന്നെ ഞാൻ മോഹിച്ചു പോയതാ. അച്ഛനെ ഭയന്ന് മാത്രമാ നിന്നോട് ഞാനൊന്നും പറയാതിരുന്നത്. ഒരിടിമിന്നൽ മൃദുലയുടെ നെഞ്ചിലൂടെ പാഞ്ഞുപോയി. മാഷ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മനസ്സിൽ അടക്കി വെച്ച കാര്യങ്ങൾ പറയാൻ എന്തായാലും ഒരു ദിവസമുണ്ടാവും. എന്നെ സംബന്ധിച്ച് വൈകിപ്പോയെങ്കിലും അതിനിന്ന് സാധിച്ചു. അവളുടെ ഉള്ളു കാളി. മാഷ് പോയി, എനിക്ക് വാതിലടയ്ക്കണം. എന്താ മൃദുല ഇങ്ങനെ? മാഷിൻ്റെ ആത്മസുഹൃത്തല്ലേ ജയേട്ടൻ? അവൾക്ക് കരച്ചിൽ വന്നു. അയാൾ ചിരിച്ചു. അതവൻ പറഞ്ഞാൽ മതിയോ? എനിക്ക് കൂടി തോന്നണ്ടേ? കുട്ടിക്കാലത്ത് ഒന്നിച്ച് പഠിച്ചത് നേരാ. പിന്നെ കാണുന്നത് ഈ നാട്ടിൽ വെച്ചാ. അവൻ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്? വെറും കൂലിപ്പണിക്കാരൻ. നിന്നെ മുന്നിൽ കണ്ട് തന്നെയാ ഞാൻ അവനോട് ഒരപ്രിയവും കാണിക്കാതിരുന്നത്. നിന്റെ മോൾ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിത്തന്നതും പറമ്പ് വാങ്ങിത്തരാൻ മുന്നിൽ നിൽക്കുന്നതും നിന്നെ ഓർത്ത് മാത്രമാ. അവളുടെ ഉള്ളു കെടുത്തു. നിങ്ങൾക്കൊരു ഭാര്യയില്ലേ? നിനക്കൊരു ഭർത്താവും. രണ്ടും നമുക്ക് ഒരുപോലെയാന്ന് കണ്ടാൽ മതി. ഭൂമിയിൽ ഒരു കുഞ്ഞും അറിയില്ല. നിങ്ങളോട് പോകാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒച്ച വെച്ച ആളെ കൂട്ടാം. നിന്റെ മക്കൾ എഴുന്നേറ്റ് വരും. എനിക്ക് നീ ഒരു ഭ്രാന്തായിരിക്കുന്നു മൃദുലേ. ആ ഭ്രാന്തിന് മുന്നിൽ നാണം കെടാനും ഞാൻ തയ്യാറാ. നീ നിന്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ഭർത്താവ് ഗൾഫിലാ. ഇവിടെ പലർക്കും അറിയാം നിങ്ങൾക്ക് വേണ്ട സഹായം ഞാൻ ചെയ്തു തരുന്നത്. ആരും മറ്റൊന്നും സംശയിക്കുന്നില്ലെന്ന് മാത്രം. അവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോകാൻ തുനിഞ്ഞതും അയാൾ മുന്നിൽ കയറി വാതിലടഞ്ഞു നിന്നു. ഞാൻ പറയുന്നത് മുഴുവൻ നീ കേട്ടിട്ട് പോ. ഈ നാട്ടിൽ നീ പറയുന്നതിനേക്കാൾ വിശ്വാസ്യത ഞാൻ പറയുന്നതിനാ. പട്ടത്താനത്ത് രാമനുണ്ണി മാഷിൻ്റെ മകൻ വൃത്തികെട്ടവനാണെന്ന് ഈ നാട്ടിൽ ആരും പറയില്ല. നീയോ ആശാരിപ്പറമ്പിൽ ലീലാവതിയുടെ മകൾ. നീ എത്ര ചാരിത്രവതിയായി ജീവിച്ചാലും ആളുകൾ നിന്നെ പഴി പറയൂ. എന്തിനു നീ പഴി കേൾക്കണം? എല്ലാം വലിച്ചെറിഞ്ഞ് ജയരാമൻ ഇങ്ങ് പോരും. എനിക്ക് നിന്നെ തള്ളി പറയേണ്ടി വരും. അതൊക്കെ വേണോ? മൃദുലയുടെ ശരീരം വിട്ടിവിറച്ചു. ജയരാമനേക്കാൾ മോശക്കാരനാണോ ഞാൻ? പണ്ട് പട്ടത്താനം വീട്ടിൽ നിന്ന് പണി കഴിഞ്ഞു പോരുമ്പോൾ നിന്റെ അമ്മ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച കാലമൊക്കെ നീ മറന്നോ? വഴിയിന്ന് മാറാനാ നിങ്ങളോട് പറഞ്ഞത്. അവൾ കയർത്തു. നിനക്ക് ഞാനാ പറമ്പ് വാങ്ങിത്തരും. ജയരാമൻ തിരിച്ചു വരുന്നത് വരെ നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. നീ മണ്ടിയാവരുത്. എന്നെ എന്നും നിനക്ക് വിശ്വസിക്കാം. സുഖിച്ച് ജീവിക്കേണ്ട നല്ല കാലം വെറുതെ പാഴാക്കി കളയരുത്. ആരും ഒന്നും അറിയില്ല. എന്നെയോ നിന്നെയോ ഒരു കാലത്തും ജയരാമൻ സംശയിക്കില്ല. പെട്ടെന്ന് അയാൾ മൃദുലയെ ചുറ്റിപ്പിടിച്ചു. താഴ്ത്തിയിട്ട കൈകൾ ചേർത്താണ് അയാൾ വരിഞ്ഞു മുറുക്കിയത്. വിടാൻ. അവൾ പിടഞ്ഞു. എന്തൊരു മണമാ നിനക്ക്? അയാൾ ആർത്തിയോടെ അവളുടെ കഴുത്തിലും മുഖത്തും മാറി മാറി ചുംബിച്ചു. കൈ ഉയർത്തി പ്രതിരോധിക്കാൻ മൃദുലയ്ക്കായില്ല. അമ്മു, കരച്ചിലോടെ മൃദുല വിളിച്ചു. നിന്റെ മക്കൾ എഴുന്നേറ്റ് വന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്താന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. കൂട്ട വിളിയാവും. അയാൾ അവളുടെ കാതിൽ മുരണ്ടു. മൃദുലയും കൊണ്ട് അയാൾ ചുവരിലെ സ്വിച്ച് ബോർഡിലേക്ക് അമർന്നു. ഹാളിലെ ലൈറ്റ് അണഞ്ഞു. ആദ്യത്തെ തെറ്റ് അവിടെ ആരംഭിച്ചു. കനത്ത ഇരുട്ടിൽ ഹാളിലെ തണുത്ത നിലത്തേക്ക് ബലം പ്രയോഗിച്ച് അയാൾ പിടിച്ചു കിടത്തുമ്പോൾ ഒച്ച വെച്ച് കുട്ടികളെ ഉണർത്താൻ ഭയന്നു. നിലത്തേക്ക് കൂടുതൽ അമർന്നു ചേരുമ്പോൾ കഴുത്തിൽ മുഖം ചേർത്ത് അയാൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ആരും അറിയില്ല
ആരും ഒരിക്കലും നിന്നെ ഞാൻ ചതിക്കില്ല മൃദുലേ. നിനക്കെന്നെ വിശ്വസിക്കാം. ജയേട്ടൻ്റെ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ കരഞ്ഞുപോയി. നീ എന്തിനാ കരയുന്നേ? അവനെ ഓർത്തിട്ടോ? കഷ്ടം. എന്നോട് അവിടുത്തെ കഥകളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. വിദേശി മാത്രമല്ല, നല്ല മലയാളി പെണ്ണുങ്ങളെ അവിടെ കിട്ടും. നീ കരുതുന്നത് പോലൊന്നുമല്ല. ജയരാമൻ പോയിട്ടുമുണ്ട്. എന്നോട് അവൻ പറഞ്ഞതാ. ഇരുട്ടിൽ 2 കൈകൊണ്ടും അയാൾ തൻ്റെ മുഖം ചേർത്ത് പിടിച്ചു. മുഖത്ത് ചുടുനിശ്വാസം പതിഞ്ഞു. ഒരു കാര്യം തെറ്റെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ അത് തെറ്റാവുന്നുള്ളൂ. നമുക്കത് ശരിയാണെങ്കിൽ വിഷമിക്കേണ്ട എന്ത് കാര്യമുള്ളത്? അത് ശരിയെന്ന് വിശ്വസിക്കണം. 3-4 കൊല്ലം കഴിയുമ്പോൾ നിന്റെ ഭർത്താവ് 2 മാസത്തെ ലീവിന് വരും. 1 മാസം കഴിയുന്നതിന് മുമ്പ് തിരിച്ചു പോകാൻ ധൃതി തുടങ്ങും. എന്താ അതിന് കാരണം? ഇവിടത്തേക്കാൾ സുഖം അവിടെ കിട്ടും. നീ കരുതുന്നത് ധൃതി പിടിച്ചോടുന്നത് പണമുണ്ടാക്കാനാണെന്നാവും. അതൊന്നുമല്ല. 4 വർഷം കൂടുമ്പോൾ നിനക്ക് കിട്ടുന്നത് 10-20 ദിവസങ്ങൾ മാത്രം. അവൻ ഗൾഫിലേക്ക് പോയിട്ട് 15 വർഷം കഴിഞ്ഞു. ഇതിനിടയിൽ നീ അവന്റെ കൂടെ എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ട്? ഏറിയാൽ 80 ദിവസങ്ങൾ. കവിളിൽ ചുട്ടുപൊള്ളുന്ന അയാളുടെ ചുണ്ടുകൾ പതിഞ്ഞു. മനസ്സും ശരീരവും ദാഹിക്കുന്ന ഈ പ്രായത്തിൽ സ്വയം എരിഞ്ഞടങ്ങാൻ മാത്രം വിഡ്ഢിയാവരുത് നീ. 60കളിൽ എത്തിക്കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കി നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. സുഖിക്കേണ്ട സമയത്ത് സുഖിക്കണം. രാത്രി എപ്പോഴോ അയാൾ പോയി. പിറ്റേന്ന് രാവിലെ നിഷ്കളങ്കമായി ചിരിയുമായി വിനയൻ മാഷ് വന്നു. അയാളുടെ മുഖത്ത് നോക്കാൻ അവൾക്കായില്ല. ഒപ്പം ചാരുത ഉണ്ടായിരുന്നു. മൃദുലനെ, 11 മണിയാവുമ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ വന്നാൽ മതി. ആധാരം എഴുതാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം. പണം ചെക്കായി കൊടുത്താൽ മതി. അവർക്ക് എന്നെ വിശ്വാസ. വലിയൊരു കാര്യം തരുന്ന ഗമയിൽ അയാൾ ചിരിച്ചു. രാവിലെ ജയരാമൻ എന്നെ വിളിച്ചിരുന്നു. അച്ഛൻ ഇടഞ്ഞു നിൽക്കുന്ന കാര്യമൊക്കെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അച്ഛനെ മറിച്ച് ആധാരം നടക്കുമെന്ന് കേട്ടപ്പോൾ അവന് സന്തോഷമായി. മോള് ചെന്ന് ഡ്രസ് ചെയ്യ്, സ്കൂളിൽ പോകാൻ നേരമായി. ചാരുത അകത്തേക്ക് പോയി. നിനക്കു വേണ്ടി മറ്റൊന്നുകൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഭൂമി മൃദുലയുടെ പേരിലാണ് വാങ്ങാൻ പോകുന്നത്. പെട്ടെന്ന് മുഖം ഉയർത്തിപ്പോയി. വേണ്ട, ജയേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. അത് ജയേട്ടന്റെ പേരിൽ വാങ്ങിയാൽ മതി. അയാൾ ചിരിച്ചു. ജയരാമൻ സമ്മതിച്ചെങ്കിലോ? രാവിലെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ആ വിഷയം എടുത്തിട്ടു. നീ ഗൾഫിലായ നിലയ്ക്ക് ഭൂമി അവളുടെ പേരിൽ വാങ്ങുന്നതല്ലേ നല്ലതെന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണല്ലേ അവൾ ഇന്നുകൂടി ഒരൊപ്പു വെച്ചപ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് അവന് പറയേണ്ടി വന്നു. ഞാൻ അതിന് സമ്മതിക്കില്ല. പറമ്പ് വാങ്ങുന്നെങ്കിൽ അത് ജയേട്ടന്റെ പേരിൽ മതി. മണ്ടത്തരം പറയാതിരിക്കെ. സ്വന്തം പേരിൽ കുറച്ച് ഭൂമി വരുന്നത് വേണ്ടെന്ന് വെക്കുന്നത് വിഡ്ഢിത്തരമാ. കണക്കുകൾ പറഞ്ഞു വരുമ്പോൾ ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കണമെങ്കിൽ കയ്യിൽ കുറച്ച് ശിഷ്ടങ്ങൾ വേണം. അയാൾ അർത്ഥവത്തായി ചിരിച്ചു. പറഞ്ഞ സമയത്തിന് നീ അങ്ങോട്ട് വാ. എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അയാൾ ഇറങ്ങിപ്പോയി. കുട്ടികൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജയരാമന്റെ കോൾ വന്നു. പറമ്പ് നിന്റെ പേരിൽ വാങ്ങിയാൽ മതി. ഞാനത് വിനയനോട് പറഞ്ഞിട്ടുണ്ട്. ജയേട്ടൻ എന്തായി പറയുന്നത്? എന്റെ പേരിലോ? വേണ്ട, ഞാനത് സമ്മതിക്കില്ല. എന്റെയോ നിന്റെയോ എന്നൊരു വേർതിരിവുണ്ടോടെ നമ്മുടെ ജീവിതത്തിൽ? പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പൊട്ടിക്കരയാനാണ് തോന്നിയത്. നീ ചെല്ലുമ്പോൾ മുദ്രപത്രത്തിൽ ആധാരം എഴുതി വെച്ചിരിക്കും. അത് മാറ്റാനൊന്നും പറ്റില്ല. എല്ലാം വായിച്ചു കേട്ട് രജിസ്ട്രാർ ഓഫീസിലേക്ക് ചെല്ല്. ജയേട്ടാ, നീ ഇറങ്ങ്, ഞാൻ വൈകിട്ട് വിളിക്കാം. 11 മണിക്ക് ആധാരം എഴുത ഓഫീസിലെത്തുമ്പോൾ എല്ലാം എഴുതി തയ്യാറായി കഴിഞ്ഞിരുന്നു. ഭൂമി വാങ്ങുന്നത് മൃദുല തന്നെയാണ്. ആധാരം പതിച്ച് പുറത്തിറങ്ങുമ്പോൾ ചിരിയോടെ വിനയൻ മാഷ് പറഞ്ഞു, ഇതെന്റെ ഒരു മോഹമായിരുന്നു. നിന്റെ പേരിൽ ആ ഭൂമി വാങ്ങിത്തരണമെന്ന്. ഞാനതിൽ ജയിച്ചു. നീ ഇപ്പോൾ അവന് മാത്രമല്ല എന്റെയും സ്വന്തമാ. അവൾ മറ്റെങ്ങോ മിഴിനട്ട് നിന്നു. ഇന്ന് വൈകിട്ട് ജലജ വരും. എനിക്കിപ്പോൾ അവളിൽ ഒരു താല്പര്യവുമില്ല. തിങ്കളാഴ്ച രാവിലെ അവൾ പോകും. രാത്രി 10 മണിയോടെ ഞാൻ വരാം. മൃദുല മുന്നോട്ട് നടന്നു. പറഞ്ഞതുപോലെ തിങ്കളാഴ്ച രാത്രി അയാൾ വന്നു. കുട്ടികളെ ഉറക്കാതെ കാത്തിരുന്നപ്പോൾ വിനയൻ മാഷിന് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ ആ പ്രതിരോധം അധികം നീണ്ടില്ല. അമ്മുവിൻ്റെ +2 അഡ്മിഷന് ജയേട്ടൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് വിനയൻ മാഷിനെയായിരുന്നു. കുട്ടികൾ സ്കൂളിൽ പോയ ദിവസം ഒരു പകൽ നേരം വീടിന്റെ പിന്നിലൂടെ അയാൾ വന്നു. അന്നും കീഴടങ്ങേണ്ടി വന്നു. പിന്നീട് പലവട്ടം അത് ആവർത്തിച്ചപ്പോൾ എതിർപ്പിന്റെ മുനയൊടിഞ്ഞു. വഴങ്ങിക്കൊടുക്കുന്നതിൽ നിന്ന് സഹകരണത്തിലേക്ക് വഴിമാറി ഒഴുകാൻ തുടങ്ങി.
അതിനിടയിൽ ജയേട്ടൻ ലീവിന് വന്നു മടങ്ങി. ഒരു പകൽ ഉച്ചതിരിഞ്ഞ സമയം ബെഡ്റൂമിൽ അയാൾ ഉണ്ടായിരുന്ന സമയത്ത് ആരോ വാതിൽ തട്ടി. അത് തുറക്കുമ്പോൾ മുന്നിൽ ജലജ ടീച്ചറായിരുന്നു. തള്ളി മാറ്റി ജലജ ടീച്ചർ അകത്തേക്ക് കയറി. അവിടെ സ്തംഭിച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കൈയോടെ പിടിക്കപ്പെട്ടു. എല്ലാം അതോടെ അവസാനിക്കുകയാണ്. ഒച്ചയോ ബഹളമോ വയ്ക്കാതെ ജലജ ടീച്ചർ പുറത്തു വന്നു. 2 പെൺമക്കളുടെ അമ്മ. ഭർത്താവ് കുടുംബം പോറ്റാൻ മരുഭൂമിയിൽ ചോര നീരാക്കുന്നു. നിന്നെ എന്നല്ല, പെൺവർഗത്തോട് എനിക്ക് വെറുപ്പാ തോന്നുന്നത്. ഞാനിത് നാട്ടുകാരോട് പറഞ്ഞു നാട്ടിക്കാനൊന്നും പോകുന്നില്ല. കാരണം അയാളെപ്പോലൊരുത്തൻ്റെ താലി കഴുത്തിലണിഞ്ഞു പോയതിനാൽ നാണക്കേട് എനിക്കാ. എനിക്ക് അയാളെ വേണ്ടെന്ന് വെച്ചാൽ തീരാവുന്നതേയുള്ളൂ എൻ്റെ പ്രശ്നം. പിന്നെ നീ നിന്റെ ഭർത്താവിനോട് ചെയ്ത ചതി. നിന്നെപ്പോലെയല്ല നിന്റെ ഭർത്താവെങ്കിൽ കാലം നിനക്ക് ശിക്ഷ തരും. ജലജ ടീച്ചർ ഇറങ്ങിപ്പോയി. ഭയപ്പെട്ടതൊന്നും സംഭവിച്ചില്ല. ആരോടും തുറന്നടിച്ച് വിഴുപ്പലക്കാതെ ജലജ ടീച്ചർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നീടായിരുന്നു മഹിയുടെ വരവ്. മൃദുല പൊട്ടി പൊട്ടി കരഞ്ഞു. 11 മണിയായിട്ടുണ്ടാകും. പഴയൊരു ബൈക്കിൽ മഹേഷ് വീട്ടുമുറ്റത്ത് വന്നിറങ്ങുമ്പോൾ മൃദുല വാതിൽ തുറന്നു. ചിരിയോടെ അവൻ അകത്തേക്ക് കയറി വന്നു. നീ ഇന്ന് ഷോപ്പിൽ പോയില്ലേ? മൃദുല ചിരിച്ചു. ഓ, അവിടെ ചെന്നിട്ടും വലിയ ഗുണമൊന്നുമില്ല ആൻറ്റി. ദിവസം 200 ഉലുവ കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യാനാ? എന്നും മുഖത്ത് മാത്രം നിൽക്കുന്ന അവന്റെ നോട്ടം സീമ വിട്ട് മാറിലേക്കും താഴുന്നത് കണ്ടപ്പോൾ മൃദുലയിൽ ഒരു വേവുണ്ടായി. എന്താ മഹി? അവന്റെ നോട്ടത്തടയാൻ മൃദുല ഒരു ശ്രമം നടത്തി. ആന്റിയെ കണ്ട 2 മക്കളുടെ അമ്മയാണെന്ന് പറയില്ല. അമ്മുവിന്റെ ചേച്ചിയാണെന്നേ ആദ്യം കാണുന്നവർ പറയൂ. എന്തൊരു സ്ട്രക്ചർ ആന്റിയുടേത്! നോക്കി നിന്ന കണ്ണെടുക്കാൻ തോന്നൂല. മൃദുല അടിമിടി പെരുത്തു. ചീ, നിർത്തടാ. ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? ഓ, ആന്റിക്ക് എന്നെയൊന്നും കണ്ണിൽ പിടിക്കില്ല. ഇന്നലെ വരെ താൻ കണ്ട പയ്യനല്ല അവനെന്ന് മൃദുലയ്ക്ക് തോന്നി. നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്ക്. അവൻ പോകാൻ വേണ്ടി അവൾ അവിടെ നിന്നു. ഞാൻ വന്നത് ആന്റിക്കൊരു ഭയങ്കര സംഭവം കാണിച്ചു തരാനാ. ആന്റി ഒന്ന് കണ്ടു നോക്ക്. അവൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തു. മൃദുലയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അവന്റെ ചിരി കണ്ടാലറിയാം എന്തോ വഷളത്തരമാണെന്ന്. ഒരു വീഡിയോ പ്ലേ ചെയ്ത് അവൻ ഫോൺ മൃദുലയുടെ നേരെ നീട്ടി. എന്താ? വാങ്ങി നോക്ക്. ആന്റി ത്രില്ലടിച്ച് കാണും. അവന്റെ നോട്ടവും വഷളം ചിരിയും കണ്ടപ്പോൾ വല്ല അശ്ലീല വീഡിയോ ആണെന്ന് അവൾക്ക് സംശയമുണ്ടായി. പേടിക്കാനൊന്നുമില്ല. മൃദുല അറച്ച് ഫോൺ വാങ്ങി അതിലേക്ക് നോക്കി. ഞരമ്പിലൂടെ ഒഴുകുന്ന ചോര ഉറഞ്ഞുപോയി. വിനീൻ മാഷും മൃദുലയും തമ്മിലുള്ള കിടപ്പറ രംഗമായിരുന്നു അത്. എന്റെ ദൈവമേ! മൃദുല ഉള്ളിൽ വിലപിച്ചു പോയി. മഹേഷ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കും പോലെ തിരിച്ചു വാങ്ങി. എങ്ങനെയുണ്ട് ആന്റി? 20 മിനിറ്റുള്ള വീഡിയോയാ. ആ മാഷും ആന്റിയും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഒന്ന് എഡിറ്റ് ചെയ്ത് മ്യൂസിക് കൂടി കയറ്റിയാൽ സംഗതി സൂപ്പറാവും. ഹൃദയം പൊട്ടിപ്പിളർന്ന് മൃദുല നിന്നു. ഇതിൽ കാണുന്നത് ആന്റിയല്ലെന്ന് പറയാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? മോർഫ് ചെയ്തതാണെന്ന് വേണമെങ്കിൽ ആന്റിക്ക് അവകാശപ്പെടാം. അതൊക്കെയാണല്ലോ പതിവ്. ആന്റി നിഷേധിച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ച് എനിക്ക് കൺഫേം ചെയ്യേണ്ടി വരും. പക്ഷേ ജെയിൻ മാമയ്ക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. കാരണം റൂമും കട്ടിലും ഒക്കെ ജെയിൻ മാമിക്ക് പരിചിതമല്ലേ. അവൾക്ക് അവൻ്റെ മുന്നിൽ നിന്ന് വിറകൊള്ളാനേ കഴിഞ്ഞുള്ളൂ. അവൻ ഫോൺ പാൻസിൻ്റെ പോക്കറ്റിൽ താഴ്ത്തി. ഞാനിതെങ്ങനെ സാധിച്ചെന്നാവും ആന്റി ആലോചിക്കുന്നത്. അയാളുടെ സഹായ പ്രവർത്തികൾ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നിയതാ. ഒന്ന് മനസ്സ് വെച്ചാൽ കണ്ടുപിടിക്കാനാണോ പ്രയാസം? ഉച്ചതിരിഞ്ഞുള്ള അയാളുടെ വരവും പോക്കും ഞാൻ മനസ്സിലാക്കി. ജലജ ടീച്ചർ ഇവിടെ യാദൃശ്ചികമായി വന്നതല്ല. ഞാനാ അവരെ പറഞ്ഞു വിട്ടത്. അവൻ ചിരിച്ചു. ഞായറാഴ്ച കുട്ടികൾ ട്യൂഷനു പോയാൽ അയാൾ പിന്നാമ്പുറം ചുറ്റി വരുന്നത് മനസ്സിലാക്കി കുറച്ചു മുമ്പേ ഞാനിങ്ങ് പോന്നു. ടെലിഫോൺ ബില്ലടച്ചതിൻ്റെ ബാക്കി തുകയും ബില്ലുമായി ഞായറാഴ്ച ഞാൻ വന്നത് ആൻറ്റി മറന്നോ? അവൻ ഇളകി ചിരിച്ചു. ആൻറ്റി കിച്ചണിൽ നിന്നപ്പോൾ ഞാൻ പോകുവാന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ പോയില്ല. ആൻറ്റി ദേ ആ ചെറിയ മുറിയിൽ കയറി കട്ടിലിൻ്റെ അടിയിൽ കിടന്നു. എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ വന്നു. നിങ്ങൾ മുറിയിൽ കയറി വാതിലടച്ചപ്പോൾ ഞാൻ പുറത്തു വന്നു. ആ ഇടച്ചുവരിൻ്റെ മുകളിലേക്ക് കയറിയാൽ ആൻറ്റിയുടെ ബെഡ്റൂം കാണാം. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. റിസ്ക് എടുത്താ ഷൂട്ട് ചെയ്തത്. ആവേശത്തിനിടയിൽ മുകളിൽ നിന്നൊരാൾ എല്ലാം കാണുന്ന വിവരം നിങ്ങളും അറിഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ ദേഹത്ത് കൈവച്ചു. മൃദുല പിന്നോട്ട് മാറി. എനിക്കിനി ജീവിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യും. അവൾ അകത്തേക്ക് ഓടാൻ ശ്രമിച്ചതും അവൻ കയ്യിൽ പിടിച്ചു നിർത്തി.
ഭർത്താവിനെ ചതിച്ചപ്പോൾ നിനക്കെന്താ ആത്മഹത്യ ചെയ്യാൻ തോന്നാതിരുന്നത്? അപ്പോൾ അതല്ല കാര്യം, ഇത് പുറത്തു പോകുമോ എന്ന പേടി. നീ അത് ഡിലീറ്റ് ചെയ്യ്. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. നീ എത്ര തരും? നീ ചോദിക്കേ. അമ്മുവിൻ്റെ പഠിപ്പിന് 60 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലുണ്ടെന്ന് എനിക്കറിയാം. ആ പണം എനിക്ക് തരുമോ? നീ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ അവൾ. കെട്ടുന്നതൊക്കെ പിന്നത്തെ കാര്യം. ഞാൻ പിറകെ നടന്നിട്ടും നിങ്ങളെല്ലാം എൻ്റെ പെണ്ണ അവളെന്ന് പറഞ്ഞിട്ടും എന്നോടൊരു മൈൻഡ് അവൾ കാണിക്കുന്നില്ല. നീ ആ പണം എനിക്ക് തന്നാൽ ഈ ഫോൺ ഞാൻ നിന്റെ കയ്യിലോട്ട് വെച്ചു തരും. മൃദുല നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ചിന്താധീനയായി നിന്നു. ഒന്നും രണ്ടുമല്ല, 60 ലക്ഷമാണ് അവൻ ചോദിക്കുന്നത്. ജെയിൻ മാമ ഒന്നും അറിയാൻ പോകുന്നില്ല. അടുത്ത അഡ്മിഷന് സമയമാകുമ്പോൾ നമുക്കത് മറിക്കാം. മെഡിസിന് പേയ്മെന്റ് സീറ്റ് കിട്ടിയില്ലെന്ന് വരുത്തി തീർക്കാനാണോ പ്രയാസം? അയാൾ ഇനിയും 10 വർഷം കഴിയാതെ വരില്ല. നീ തരുന്ന പണം കൊണ്ട് പെട്ടെന്ന് കാശ് വാരാൻ പറ്റുന്ന ഒരു ബിസിനസ് ഞാൻ തുടങ്ങാം. നിന്നെയും പാർട്ട്ണറാക്കാം. കിട്ടുന്ന ലാഭം അപ്പോൾ നിന്റെ അക്കൗണ്ടിലിടാം. എന്തു പറയുന്നു? അവൾ ഉത്തരം പറഞ്ഞില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ പറ. എൻ്റെ അമ്മയാണേ സത്യം, ഞാനിത് പുറത്തുവിടും. നീയോ അയാളോ അങ്ങനെ സുഖിക്കേണ്ട. ജെയിൻ മാമയുടെ ഫോണിലും ഞാനിതെത്തിക്കും. ജീവിക്കാനുള്ള എൻ്റെ ആശയെ നീ ഇല്ലാതാക്കുന്നത്. നിന്നോട് എനിക്ക് തീർത്താൽ തീരാത്ത പകയായിരിക്കും. മൃദുല തേങ്ങിക്കരഞ്ഞു. ചുമ്മാതല്ലടി, കണ്ടവനെ വീട്ടിൽ വിളിച്ചു കയറ്റി കൂടെ കിടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. അവൻ മന്ദഹസിച്ചു. പറമ്പ് വാങ്ങുമ്പോഴും പണം എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. പലരിൽ നിന്നും കടം വാങ്ങിയിട്ടും ആ പണത്തിൽ തുടരുതെന്ന് ജയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. മൃദുല കരഞ്ഞു. ഒന്നുകിൽ അവളുടെ പഠിപ്പ്, അല്ലെങ്കിൽ അവളുടെ കല്യാണം. ഇതിനു വേണ്ടിയേ അയാൾ പണം ആവശ്യപ്പെടൂ. രണ്ടും നമ്മുടെ കയ്യിലായിരിക്കുന്നേ. ഏറിയാൽ 5 കൊല്ലം. അതിനുള്ളിൽ ആ പണം തിരിച്ച് നിന്റെ അക്കൗണ്ടിലെത്തും. ഇത് നമ്മൾ തമ്മിലുള്ള കൂട്ടുകച്ചവടമാ. അവളുടെ മൗനം കണ്ട് അവൻ ഭീഷണിയിലേക്ക് തിരിഞ്ഞു. ശരി, നീ ഒന്നും തരണ്ട. പക്ഷെ ഒന്നോർത്തോ, നീ കെട്ടി തൂങ്ങിയാലും ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് പുറത്തുവിടും. അയാളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എന്തിനാ മരിച്ചതെന്ന് നിന്റെ ഭർത്താവും ഈ നാട്ടുകാരും അറിയട്ടെ. 60 ലക്ഷം രൂപ കൊണ്ട് മോൾക്കൊരു ഭാവി സ്വപ്നം കാണുന്ന നീ ഓർത്തോ, നിന്റെ 2 പെൺമക്കളും നീ കാരണം നാണം കെടും. നിന്റെ ഭർത്താവ് ജയരാമന് തലയുയർത്തി നടക്കാൻ വയ്യാതാവും. ഞാൻ പോകുക. അവൻ നടക്കാൻ തുടങ്ങിയതും അവൾ പിന്നാലെ ഓടിച്ചെന്നു. ഞാൻ ആ പണം നിനക്ക് തരാം. ചിരിയോടെ അവൻ തിരിഞ്ഞു നിന്നു. ഇനി ഞാൻ പറയുന്നത് കൂടി കേൾക്കണം. ആ മാഷ് ഇനി ഇവിടെ വരരുത്. അയാളുമായിട്ടുള്ള എല്ലാ കണക്ഷനും നീ ഈ നിമിഷം മുതൽ അവസാനിപ്പിക്കണം. അയാൾ വരികയാണെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്ന് പറയണം. ഞാൻ നിന്നെ താക്കീത് ചെയ്തെന്നും വീണ്ടും ആവർത്തിച്ചാൽ ഞാൻ ജെയിൻ മാമയെ വിവരം അറിയിക്കുമെന്നും പറഞ്ഞാൽ മതി. അയാൾ പിന്നെ നിന്റെ വഴിക്ക് വരില്ല. പേടിത്തൊണ്ടര അയാൾ. ഞാൻ പറയാം. ഇനി ഞാൻ തെറ്റിനു കൂട്ടു നിൽക്കില്ല. ഇനി നിനക്ക് ഞാനുണ്ട്. അവൻ മൃദുലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ കുതറിയെങ്കിലും അവൻ പിടി അയച്ചില്ല. അരുത്, നീ എൻ്റെ മോളെ വിവാഹം ചെയ്യാൻ പോകുന്നവനാ. പാപം ചെയ്യരുത്. അവൾ കേണപേക്ഷിച്ചു. അത് ആവർത്തിക്കണ്ട. മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിന്റെ മോളെ എനിക്ക് വേണ്ട. എനിക്ക് നീ മതി. നീ ജയേട്ടനെയെങ്കിലും ഓർക്കണം. അവൻ ചിരിച്ചു തള്ളി. അയാൾ എനിക്കാരാ? അമ്മയുടെ അകന്ന ബന്ധത്തിലൊരാൾ. സഹകരണം കൊണ്ട് ജെയിൻ മാമിയെന്ന് വിളിക്കുന്നെന്ന് മാത്രം. ഒന്നുകൂടി അവൻ അവളെ അടുപ്പിച്ചു. എനിക്കിവിടെ എപ്പോഴും വരാം. നാട്ടുകാർക്കോ കുട്ടികൾക്കോ ഒരു സംശയവും തോന്നില്ല. കാരണം ഞാൻ നിന്റെ മോളെ കെട്ടാൻ പോകുന്നവനാ. വിനയൻ മാഷിനെ പോലെ അന്യനല്ല ഞാൻ. ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന പരാതിയായ ജയൻ മാമയ്ക്ക്. ഇനി എല്ലാത്തിനും നമ്മൾ ഒന്നിച്ചു പോകും. എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. സത്യം. നീ വാ, അകത്തിരുന്ന് സംസാരിക്കാം. അവൻ അവളെ അകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. ബലിമൃഗത്തെ പോലെ കൂടെ പോകാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. കരഞ്ഞ് കരഞ്ഞ് മൃദുലയൊന്ന് മയങ്ങി. ഉച്ചത്തിലുള്ള ആരുടെയോ സംസാരം കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത്. ഹാളിൽ വെളിച്ചമുണ്ട്. അവൾ എഴുന്നേറ്റ് വാതിലിനടുത്ത് വന്നു. അവിടെ 3-4 പേർ നിൽപ്പുണ്ടായിരുന്നു. കേറി നോക്ക്. മുറികളൊക്കെ അരിച്ചു പെറുക്ക്. പാതി മുഖം മറിച്ച് നീളൻ തൊപ്പിയും കറുത്ത ഓവർകോട്ടും ധരിച്ച ഒരാൾ മുന്നോട്ട് വന്നു. അത് ജയന്തനായിരുന്നു. ഒരാൾ മുറിയിലേക്ക് ഇരച്ചു കയറിയതും മൃദുല ഭയന്ന് പുറത്തിറങ്ങി. അവളെ കണ്ടതും ജയന്തൻ അട്ടഹസിച്ചുകൊണ്ട് ചെന്നു. എവിടെയടി മഹേഷ്? അവൾ ചുവരോട് ചേർന്ന് ഭയന്ന് ചൂളി. അയ്യോ, ആരാ? മണിയമ്മ ഉറക്കച്ചടവോടെ ഓടി വന്നു. ജയന്തനെ കണ്ട് അവർ അലറി വിളിക്കാൻ തുടങ്ങിയതും അയാൾ പോക്കറ്റിൽ നിന്ന് കൈത്തോക്കെടുത്ത് ചൂണ്ടി. ഒച്ച വെച്ച ചുട്ടുകളയും. മണിയമ്മയുടെ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. ജയന്തൻ പാഞ്ഞു ചെന്ന് മണിയമ്മയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് തൊണ്ടക്കുഴിയിൽ തോക്കമർത്തി.
എവിടെയടി നിന്റെ മോൻ? അയ്യോ കൊല്ലല്ലേ, കൊന്നുകളയുണ്ടെങ്കിൽ പറ. അയാൾ മുരണ്ടു. ഭയം കൊണ്ട് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചതുപോലെ മൃദുല നിന്നു. മഹേഷിന്റെ മുറിയിൽ നിന്നൊരാൾ ഇറങ്ങി വന്നു. അവൻ കടന്നു കളഞ്ഞു സാറേ. മണിയമ്മയെ തലമുടിയിൽ പിടിച്ച് ചുഴറ്റി ജയന്തൻ മൃദുലയുടെ കാൽക്കലേക്ക് എറിഞ്ഞു. മിണ്ടിയാൽ കൊല്ലും. പറ, അവൻ എങ്ങോട്ടാ പോയത്? സത്യമേ പറയാവൂ. ജയന്തൻ മണിയമ്മയുടെ നേരെ തോക്ക് ചലിപ്പിച്ചു. ഏത് നിമിഷവും വെടിപൊട്ടുമെന്ന് മൃദുലയ്ക്ക് തോന്നി. എനിക്കറിയില്ല സാറേ. രാത്രി അവൻ മുറിയിൽ കയറി വാതിലടിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. മണിയമ്മ നിലത്ത് കിടന്ന് കരഞ്ഞു. പച്ചക്കള്ളം. അവൻ എങ്ങോട്ടാ രക്ഷപ്പെട്ടെന്നെന്ന് നിങ്ങൾക്കറിയാം. നിന്നെയൊക്കെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. പെട്രോൾ ഒഴിച്ച് കത്തിക്കട രണ്ടിനെയും. ജയന്തൻ അലറിക്കൊണ്ട് മൃദുലയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മണിയമ്മയുടെ ദേഹത്തേക്ക് തള്ളി. അവൻ എവിടെ പോയെന്ന് എനിക്കറിയില്ല സാറന്മാരെ. രാത്രി എപ്പോഴോ ആരോടും പറയാതെ അവൻ പോയതാ. ജയന്തൻ മണിയമ്മയെ ഉന്നം പിടിച്ചു നിന്നു. നിന്നെയൊക്കെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. രൂപ 1.5 കോടി അവൻ തട്ടിയെടുത്തത്. അവനെ കിട്ടിയില്ലെങ്കിൽ രണ്ടിനെയും ചാരമാക്കിയിട്ടേ ഞാനിവിടെ നിന്ന് പോകൂ. ജീവൻ വേണമെങ്കിൽ പറഞ്ഞു. അവർ ഭാമിനിയുടെ ആളുകളാണെന്ന് മൃദുല തിരിച്ചറിഞ്ഞു. പെട്രോൾ നിറച്ച കന്നാസുമായി പുറത്തു നിന്നൊരാൾ കയറി വന്നു. ഒഴിക്ക്. അവനെ ജീവനോടെ കത്തിക്കാൻ കൊണ്ടുവന്നതാ. ആദ്യം അവന്റെ അമ്മ തന്നെ കത്തട്ടെ. അവൻ എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവനെ കണ്ടുപിടിക്കും. ഒഴിക്കട രണ്ടിനെയും. കുളിപ്പിച്ചെടുക്ക്. കന്നാസിന്റെ അടപ്പ് ഊരിയെറിഞ്ഞ് അയാൾ മൃദുലയുടെയും മണിയമ്മയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചു. തോക്കുമായി ജയന്തൻ അവർക്ക് മുന്നിൽ വട്ടം ചുറ്റി. മൃദുല മണിയമ്മയെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു. സെറ്റിയിൽ നിന്ന് ടവൽ വലിച്ചെടുത്ത് ജയന്തൻ നിലത്ത് പടർന്ന പെട്രോളിൽ കുതിർത്തെടുത്തു. പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്തു. അതിൽ നീല തീജ്വാല തെളിഞ്ഞു. അവസാനമായി ചോദിക്കുക, അവൻ എങ്ങോട്ടാ പോയത്? അറിയില്ല സാറേ. രാത്രി എന്നോട് പറയാതെ അവൻ പോയി. കൈകൂപ്പി മണിയമ്മ കരഞ്ഞു. ജയന്തൻ പിന്നോട്ട് നടന്ന് പുറത്തേക്കുള്ള വാതിലിനടുത്തെത്തി. ലൈറ്ററിന് നേരെ അയാൾ ടവൽ ചേർത്തതും പെട്രോളിൽ അത് ആളിക്കത്തി. മൃദുല കണ്ണുകൾ ഇറുക്കിയടച്ചു. അടുത്ത ഭാഗം നാളെ.